ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. അധിക്ഷേപ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസ ഇല്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കും. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിനാണ് ഈ വിവാദ പ്രസ്താവന നടത്തിയത്. പൈസ ഇല്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു, എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു. ഫീസ് ഇല്ലാത്ത സ്വകാര്യ സ്കൂളിൽ പോലും മക്കളെ വിടുന്നില്ല. ബസ് വന്നാൽ പൈസ കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും, അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല എന്നുള്ള പരാമർശങ്ങളാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഏതോ സർക്കാർ നൽകുന്ന സൗജന്യം ഒരു ഔദാര്യം പോലെയാണ് മന്ത്രി പറയുന്നത്. അതിൽ അധിക്ഷേപിക്കുന്ന തരത്തിൽ, പ്രധാനമായും സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പരാമർശം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത്. ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ നൽകുന്നത് അത് സ്വാഭാവികമായും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി സർക്കാരുകൾ ചെയ്യുന്നതാണ്. അതിനെ ഇത്തരത്തിലൊരു കണ്ണിലൂടെ കാണുകയും ഒരു മന്ത്രി ഇങ്ങനെ ഒരു പരാമർശം നടത്തുകയും ചെയ്യുന്നത് ഒട്ടും